വരണുണ്ട്. മാധവ മാഷല്ലേ? അതെ. നാളെ വെളുക്കണേന് മുമ്പ് മോനെയും കൊണ്ട് ഇവിടുന്ന് കെട്ടുകെട്ടില്ലേ കൊന്നുകളയുമ്പോ. എന്തിനാ കുട്ടി ഇങ്ങനെ കരുതുള്ളത്? ആരെയും പേടിച്ചിട്ട് നാട് വിടുന്ന പ്രശ്നമൊന്നുമില്ല. എന്തുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പൊ താൻ പോണ പ്രശ്നമില്ല അല്ലേ? വണ്ടി എടുക്ക. എന്താ എല്ലാവരും കൂടി? അമ്പലപ്പിരിവായിരിക്കും അല്ലേ? അമ്പലത്തിൽ തൊഴാൻ വരുന്നവരെ താൻ ആളെ വിട്ട് തല്ലിക്കും അല്ലേ? എന്താണ് ഈ പറയണത്? ഒന്നും മനസ്സിലാവണം. മനസ്സിലാക്കി തരണോ? തന്റെ വീട്ടിലെ പെണ്ണ് ഒരു ഹിന്ദു ചക്കനെ പ്രേമിച്ചെന്ന് കരുതി താൻ അമ്പലത്തിൽ കയറി തല്ലുവല്ലേ? ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. 4 അതിൽ കൂടുതലോ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതും മാരകായുധങ്ങൾ കൊണ്ടു നടക്കുന്നതും ശിക്ഷാർഹമാണ്. ഭീതി മനസ്സിൽ നിന്ന് വിട്ടുമാറണില്ല. എന്തൊക്കെയോ സംഭവിക്കാൻ പോണു എന്നൊരു തോന്നല്. ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞോണ്ടാ മോൻ ഇങ്ങോട്ട് വന്നത്. അത് ഒരു ദുർനിമിത്തമായി പോയി. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ചില ദുഷ്ടന്മാർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്നത് ഇതെല്ലാം. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ അന്നേ പ്രതീക്ഷിച്ചതാ. കുറച്ച് വൈകിപ്പോയെന്നേ ഉള്ളൂ. മതമൊക്കെ നല്ലതാ ഒരാദർശത്തിന്. പക്ഷെ അതൊരു ആയുധമാക്കിയാലോ? വിവരം വിശേഷബുദ്ധി ഇല്ലാത്ത കാളക്കൂട്ടങ്ങളെ മാഷ തല്ലി കുത്തി ചത്തത്. അതിങ്ങൾ അങ്ങനെ തന്നെ തീരണം. ഈ വീട്ടിൽ വന്ന എന്റെ കാല് വെട്ടുന്ന എനിക്കുള്ള ഭീഷണി. ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും എന്റെ വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ എന്നെയാണ് ഈ പുണ്ണ് ഇത്ര കണ്ട് കുത്തി നാറ്റി ചെയ്യാ. ഞാനോ? നീ മാത്രല്ല നബീസു. നിങ്ങൾക്ക് ഒരുമ ഉണ്ടായിരുന്നെങ്കിൽ ഈ മതങ്ങളും അതിനെ മുതലെടുത്തവരും തോറ്റു തുന്നം പാടില്ലായിരുന്നോ? ഞാൻ എന്ത് ചെയ്യാനാ? നിനക്ക് എന്തേലും ചെയ്യാൻ പറ്റൂ. നീ ചെന്നവളെ കാണണം. മാണിക്യം ചുമക്കുന്ന സർപ്പത്തെ പോലെയാ. സ്നേഹിച്ച മാണിക്യം, പകയെടുത്ത വിഷം. അതാണ് അവൾ. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്. നീ വിളിച്ചാൽ നബീസ് ഇറങ്ങി വരും. കണ്ണം പോണം. തല പോയാലും വേണ്ടില്ല, ഞാൻ കൂടെ വരാം. നബീസു, കൺമുന്നിൽ നിന്ന് എന്നെ അകറ്റിയാലും നിന്റെ മനസ്സിൽ നിന്ന് എന്നെ അകറ്റാൻ പറ്റുമോ? മതങ്ങളില്ലാതെ മനസ്സുകൊണ്ട് അടുത്തവരെ നമ്മള്. പക്ഷെ ഇപ്പോ മതങ്ങൾ നമ്മുടെ ജീവിതം വെച്ചാ പന്താടുന്ന. മനസ്സിൽ ഇനിയും പകയും വാശിയുണ്ടെങ്കിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. എന്ത് പ്രായച്ചിത്തം വേണേലും ഞാൻ ചെയ്യാം. നിന്നെയും പൊടിമകളെയും കൊണ്ടുപോവാൻ ഞാൻ വരും. നീ വരില്ലേ?
മറ്റന്നാളല്ലേ നമ്മുടെ പൊടിമോളുടെ പിറന്നാള്. അന്ന് നീയും മോളും എന്റെ കൂടെ ഉണ്ടാവണം. ഉണ്ടാവണം. ഓളെന്തു പറഞ്ഞു? അവൾ എന്റെ നബീസു അല്ലേ? വരും, നീ വാ. കള്ള പന്നികളെ ഓളെ തട്ടിക്കൊണ്ടുപോകുമെന്നാണല്ലേ? നീ തല്ലണ്ട, നീ തല്ലണ്ട. നീ തല്ലി ഈ പന്നി വീണ്ടത് ഒരു വർഗീയ ലഹളയാക്കി മാറ്റും. അള്ളാഹുവിന്റെ നാമത്തിലെ ഓനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. മാറ്റിന്ന് മാറ്റിന്ന് മാറ്റിന്ന്. കള്ള കള്ള ഞാന് മാറ്റി സൈഡാക്ക് സൈഡാക്ക് സൈഡാക്ക്. വാ വാ വാ. അങ്ങനെ ആർക്കും സംശയം വേണ്ട. ഉമ്മ ഉമ്മ എന്തേ രാത്രിയില്? നിങ്ങൾ വരി, ഒരു കാര്യം കാണിച്ചേ. നബീസു, ഈമ്മ, നീയാണ് ആദ്യം കാണേണ്ടത്. വരി. നോക്കി. പടച്ചോൻ വലിയവനാ. എത്ര സാമർഥ്യക്കാരനായാലും അപം കെണി വരിക്കാ പിന്നെ രക്ഷപ്പെടാൻ പറ്റൂല. ഇവരി ബിസിനസ് തുടങ്ങിയിട്ട് കാലം കുറയായി. നേരിട്ട് കണ്ടാലേ അനക്ക് വിശ്വാസം വരുമെന്ന് ചെറിയ മാമയ്ക്ക് അറിയാം. കണ്ടല്ല? എവിടെ പോയിരുന്നേ ഈ പാതിരാക്കി? പൂച്ച കണ്ടടച്ച് പാലുടിച്ച് ആരും അറിയില്ലാന്ന് കരുതിയ? സത്യം പറ, ഓം വിളിച്ചിട്ടല്ലേ ഈ എവിടെ പോയത്? കണ്ടത് ദുസ്വപ്നമാവട്ടെ, കേട്ടത് കള്ളമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്കിലും മനസ്സിന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി ചോദിക്കാം, സത്യാണോ? അതെ, എന്റെ പടച്ചോനെ. അന്നവനെ ബാത്റൂമിൽ നിന്ന് പിടിച്ചപ്പോ ഈ വിശ്വസിച്ചില്ല. എത്ര നാളാണ് ഇവിടെ കൈബന്ധം തുടങ്ങിയിട്ട്? കുറെ നാളായി.